വീണ്ടെടുപ്പിനെയും കുറിച്ച് ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്കൊരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നും ഈ രാജ്യത്ത് വ്യാപകമായിട്ട് അനേക യുവതീ യുവാക്കന്മാരെ തകർത്ത് നശിപ്പിച്ചു കളയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നും രാസലഹരിയും തലമുറകളെ നശിപ്പിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. രാജ്യത്തിന്റെ ശക്തരായി തീരേണ്ട അനേക യുവാക്കന്മാരെ, യുവതിമാരെ മദ്യവും അതുപോലെ ലഹരികളും മനുഷ്യരെ, കുഞ്ഞുങ്ങളെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അനേക തലമുറകളെ നശിപ്പിച്ചു കളയുന്ന ഒരു ഘടകമായിട്ട് മദ്യപാനവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന് എന്തുകൊണ്ട് ഇതിനു വേണ്ടി പുറകെ പോകുന്നു? ഏറ്റവും കൂടുതൽ 9 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള അനേക കുഞ്ഞുങ്ങൾ ഇതിന്റെ ഉപയോഗത്തിന്റെ രഹസ്യമെന്ത് എന്നറിയേണ്ടതിനു വേണ്ടി അനേകരും ഇതിനെ രുചിച്ചു നോക്കുന്ന, അനേക കുഞ്ഞുങ്ങൾ ഇതിനെ രുചിച്ചു നോക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ മാന്യ ശ്രോതാക്കളെ, നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് അവർ നല്ലതുപോലൊരു ജീവിതത്തിന് ഉടമകളായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അത് നല്ലതായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മളൊക്കെ പറയുന്നൊരു പദമുണ്ട്, മുളയില് അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത്. അയൽ രാജ്യക്കാർ ഇതുപോലുള്ള ഉപയോഗത്തിന് വേണ്ടി ഇതുപോലുള്ള മയക്കുമരുന്നും ലഹരികളും കടൽ മാർഗം വഴിയായിട്ടും കപ്പൽ വഴിയായിട്ടും റോഡ് മാർഗത്തിലൂടെയും നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിച്ച് അനേക കുഞ്ഞുങ്ങൾക്ക് ഇത് കൈമാറി അനേകർ ഇതിനുപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ രാജ്യം തന്നെ, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ നല്ല സംഭാവനകളായി നൽകേണ്ട കുഞ്ഞുങ്ങൾ ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വന്നെത്തിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യരെ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്നെന്ന് ചോദിച്ചാൽ അവരുടെ അല്പമായ ആശ്വാസത്തിനും സമാധാനത്തിനു വേണ്ടി മനുഷ്യരിതൊക്കെയും വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവരറിയുന്നില്ല അവരെ തകർത്ത് കളയുന്നൊരു ഘടകമാണിതെന്ന് അവര് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നാഡീഭൂഖത്തെ പോലും തകർത്ത് കളയുന്ന, തലച്ചോറിനെ പോലും ബാധിക്കുന്ന വിധത്തിൽ മനുഷ്യരെ തകർത്ത് കളയുന്ന ഒരു ഘടകമായിട്ട് മദ്യവും മയക്കുമരുന്നും ആയി മാറുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ അല്പാശ്വാസം ലഭിക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ച് ആയിരിക്കും ഇത് വിധത്തിലൊക്കെ കടന്നു പോകുന്നതെങ്കിലും ഇതിന് ഒടുവിൽ ഇത് സർപ്പം പോലെ തിരിച്ചു കൊത്തുകയും സമൂഹത്തും വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ഒരു വ്യക്തിത്വമായിട്ട് പലവിധമായിരിക്കുന്ന രോഗങ്ങൾക്കടിമയായി അനേക പ്രിയപ്പെട്ടവർ ക്യാൻസർ മുതലായ അനേക രോഗികളായി മാറി
അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാനായിട്ട് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി വിരുദ്ധ സംഘടനകൾക്കോ മനുഷ്യനെ പൂർണ്ണമായി പിന്തിരിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യം ഒരു അപകടകാരിയാണ്. അത് മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നു. അത് മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അവനെ രോഗിയാക്കി മാറ്റുന്നു. അവനൊരു കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ ചെയ്യുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചു കളയുന്നു. ആന്തരികമായിരിക്കുന്ന രോഗങ്ങൾക്കും മാനസികമായിരിക്കുന്ന രോഗങ്ങൾക്കും ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ മനുഷ്യനെ ഈ മദ്യവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗങ്ങളും അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയുവാനൊരു സന്ദേശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ, സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിലെ അരക്ഷിതാവസ്ഥകളും മുഖാന്തരം സ്നേഹവും കരുതലും ലഭിക്കാത്തത് കൊണ്ട് മാതാപിതാക്കളുടെ മാതൃകയില്ലായ്മയും ക്രൂരമായ പെരുമാറ്റം കാരണവും പ്രതീക്ഷയ്ക്കനുസരിച്ച് പഠനത്തിൽ ജോലിയിൽ ഉയരുവാൻ കഴിയാതെ നിരാശ, മോഹഭംഗം ഇവ ഉണ്ടാക്കുന്നതിനാൽ മനുഷ്യന് ഇതൊക്കെയും ഒരു ആശ്വാസം തരുമെന്നും ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ ഇതിന് കഴിയുമെന്നുള്ള ചിന്തയോടെ മനുഷ്യൻ ഈ വിധത്തിലൂടെ മദ്യത്തിനടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയരെ, ഇതൊടുവിൽ ഒരു സർപ്പം പോലെ നിങ്ങളെ തിരിഞ്ഞു കൊത്തുവാനായിട്ടിടയായിത്തീരും. നമുക്കറിയാം, മയക്കുമരുന്നിന്റെ ഉപയോഗിക്കുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങൾ, നിരവധി ലക്ഷണങ്ങൾ നമുക്കവരിൽ കാണുവാൻ കഴിയുന്നു. ഏത് സമയം ഒരു തളർച്ചയും മയക്കവും അനുഭവപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവന് രണ്ടു നേരം കുളിക്കുന്ന ഒരു മനുഷ്യൻ, രണ്ടു നേരം പല്ല് തേക്കുന്ന ഒരു മനുഷ്യൻ, നല്ലതുപോലെ വസ്ത്രം ധരിക്കുന്ന മനുഷ്യൻ, നല്ല ആഹാരം കഴിക്കുന്ന മനുഷ്യൻ, ഈ വിധത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെയും അവൻ വ്യതിചലിച്ച് അവന്റെ ശരീരം പോലും വൃത്തിയാക്കുവാൻ കഴിയാതെ, നല്ല വസ്ത്രം ധരിക്കുവാൻ കഴിയാതെ, നല്ല ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ ഒരു പ്രാകൃത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ മദ്യവും മയക്കുമരുന്നും ലഹരികളും അതിന്റെ ഉപയോഗങ്ങളും അതിന് കാരണമായി ഭവിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കും പ്രിയരെ. ദിനചര്യമായിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, സൗഹൃദങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. പണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ധാരാളം ദുർവിനിയോഗം, അതിന്റെ മൂല്യം പോലും തിരിച്ചറിയുവാൻ കഴിയാതെ പണം ദുർവിനിയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നുപോകും. മാത്രമല്ല, പരിസരബോധം നഷ്ടപ്പെടുന്ന അനുഭവം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അനുഭവം, ഭയത്തിനടിമയാകുന്ന അനുഭവം, അലസതയും അശ്രദ്ധയുമുള്ള ഒരനുഭവമായി മാറുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? മാതാപിതാക്കൾക്ക് നല്ല വ്യക്തിത്വമായി ജീവിക്കേണ്ട തലമുറകൾ, ദേശത്തെ മാതൃകയോടെ ജീവിക്കേണ്ട തലമുറകൾ ഈ വിധത്തിൽ ജീവിക്കുമ്പോൾ പ്രിയരെ, ആർക്കാണ് സഹിക്കുവാൻ കഴിയുന്നത്? വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, ലോകത്തിലെ
മതത്തിനെതിരെയാണ്. മതം പഠിപ്പിക്കുന്നുണ്ട്. മദ്യപാനം അത് അപകടകാരിയാണ്. നമ്മുടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണം നടത്താറുണ്ട്. എങ്കിലും മനുഷ്യൻ അപകടകാരിയായ ഈ വസ്തുവിന്റെ പുറകെ പോകുകയാണ്. മനുഷ്യൻ വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ, പണമില്ലാഞ്ഞിട്ടാണോ, കുടുംബ ശ്രേഷ്ഠതകളില്ലാഞ്ഞിട്ടാണോ? എന്നെ കേൾക്കുന്ന മാന്യപ്രിയരെ, മനുഷ്യനെ അടിമയാക്കുന്നൊരു ഘടകം. എന്നാൽ മനുഷ്യൻ ദൈവത്തിനകന്നതാണ് ഇതിനെല്ലാറ്റിന്റെയും അപകടമെന്ന് പറയുന്നത്. നമുക്കറിയാം, 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം സകല സൃഷ്ടികളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് 6-ാമത്തെ ദിവസം ദൈവം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് മനുഷ്യനുണ്ടാകുവാനിടയായി തീർന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യനെ പാപം കൂടാതെയാണ് ദൈവം സൃഷ്ടിച്ചത്. പാപമെന്നറിയാത്തവൻ, പാവിയല്ലാത്ത മനുഷ്യൻ. എന്നാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. ദൈവത്തിൽ അകന്നുപോയ മനുഷ്യൻ കുലപാതകന്മാരായി, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി, അക്രമാസക്തന്മാരായി, ദൈവാന്വേഷികളായി കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം കേൾക്കുന്നൊരു പദമുണ്ട്. അസത്തോമ സത്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. വാക്കിനർത്ഥം, അസത്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ സത്യത്തിലേക്ക് നയിച്ചാലും. തമസോമ ജ്യോതിർഗമയ, ഞാൻ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്, എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും. മൃത്യുമ അമൃതംഗമയ, ഞാൻ മരണത്തിലാണ് ജീവിക്കുന്നത്, എന്നെ ജീവങ്കലേക്ക് നയിച്ചാലും. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു വിളിച്ചു പറയും. നമുക്കറിയാം, ഭാരതത്തിൽ പ്രധാനപ്പെട്ട 5 മതങ്ങളുണ്ട്. ബുദ്ധമതമുണ്ട്, സിഖ് മതമുണ്ട്, ജൈന മതമുണ്ട്, ഇസ്ലാമിക മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളെക്കാളും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. യേശുക്രിസ്തു ഒരു മതസ്ഥാപകരല്ലായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്ത് വന്ന് ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ലോകത്ത് വന്ന് തന്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി യാതൊന്നും ചെയ്തതായിട്ട് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നില്ല. യേശുക്രിസ്തു ലോകത്ത് വന്നത് വീണുപോയ മനുഷ്യനെ, അനുസരണക്കേടിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? മനുഷ്യൻ നാം സഹിക്കേണ്ട പാപം, നാം സഹിക്കേണ്ട മരണം, നാം സഹിക്കേണ്ട ശിക്ഷ യേശുക്രിസ്തു തന്റെ ശിരസിൽ വഹിക്കുവാനിടയായിത്തീർന്നു. വേദപുസ്തകം പറയുന്നു, പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം, പാവി മനുഷ്യൻ മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിർണയം, ദൈവത്തിന്റെ നിയമത്തെ പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം തകരപ്പെടേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യാഗങ്ങൾ കൊണ്ട് ഇനി നിങ്ങൾക്ക് മോക്ഷപ്പെടുവാൻ കഴിയത്തില്ല. കർമ്മങ്ങൾ കൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ രക്ഷിക്കുവാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. വേദപുസ്തകം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
പിതാവായ ദൈവം ലോകത്തെ സ്നേഹിക്കുവാനിടയായി തീർന്നു. ഞങ്ങളെ വാക്കുകൾ പര്യവസാനിക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയരെ, നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് പിതാവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു. വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ പാപമോചനമുണ്ട്. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. നിങ്ങളുടെ പാപം എത്രമാത്രം രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് മഞ്ഞുപോലെ ആക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. ആയതിനാൽ നിങ്ങളിലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട പ്രിയരെ, നേർച്ചകൾ കൊടുക്കേണ്ട പ്രിയരെ, കാഴ്ചകൾ നടത്തണ്ട. എന്നാൽ മറുവലയായി ഒരുവൻ തകർക്കപ്പെട്ടു. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട്, യേശുവേ, അങ്ങന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 33 തിരുവയസ്സിൽ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മകനയുടെ വലതുഭാഗത്ത് ഏക മധ്യസ്ഥനായിട്ടുള്ളതുകൊണ്ട് എന്റെ പാപത്തെ മോചനം നൽകി എന്നെ രക്ഷിക്കണമെന്ന് ആ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമോ, നിങ്ങൾക്ക് പാപമോചനമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു മരണമുണ്ട്. ഏതൊരു മനുഷ്യനും, ഈ ഭൂമി പിറന്നു വീണ മനുഷ്യൻ മരിക്കും. 70 വയസ്സോ 80 വയസ്സോ പ്രായം വരെ ഒരുപക്ഷെ ഭൂമി ജീവിക്കുവാനായിരിക്കും ഭാഗ്യം ലഭിക്കുന്നത്. എന്നാൽ അതിനപ്പുറമുള്ള പ്രയാസവും കെട്ടലുകളും വേദനാജനകമായിരിക്കുന്ന ഒരനുഭവമായി ജീവിതങ്ങൾ മാറിപ്പോകുമ്പോൾ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, മരണത്തിനപ്പുറവും നിങ്ങളെ വിളിച്ചു ചേർക്കുന്നൊരു സ്നേഹമുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. ദൈവവചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. പണ്ഡിതനെന്നോ പാവനെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും പ്രിയതാകിലും തക്കതായ പ്രതിഫലം പ്രാപിക്കുവാൻ ഒരു നാൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വേദപുസ്തകം പറഞ്ഞിപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിലെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ ദേശത്തിലെ നല്ലവരായ പ്രമുഖരായ ദേശത്തിലെ നല്ല പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് അവസാനമായി പറയാൻ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോകുന്ന വ്യക്തിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് നരകയാതനയാണ്. അവിടെ പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമുക്കറിയാം, നരകം ദൈവം വീണുപോയ ദൂതന്മാർക്കും അവന്റെ അണികൾക്കും ഒരുക്കി വെച്ചിരുന്ന ഒരു സ്ഥാനമാണ്. ദൈവത്തിന് സൃഷ്ടിയായിരിക്കുന്ന ഒരു മനുഷ്യനും അവിടെ പോകരുത് എന്നുള്ള ഒരു വാക്കാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവവചനം പറയുന്നവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ സൗജന്യമായിട്ട് അവകാശം തന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവോടെ ജീവിച്ച്, യേശുക്രിസ്തുവോടെ മരിച്ച്, യേശുക്രിസ്തുവിനോടുകൂടെ ഈ ലോകത്തിൽ അസ്തമിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തു വരുമ്പോൾ അവരോടൊപ്പം നിങ്ങൾ
കാണുവാനായിട്ടിടയായി തീരും. ആകയാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും ഞങ്ങളൊരു നിമിഷം ഈ യേശുക്രിസ്തുവിന് ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിൽ വിശ്വസിച്ച് രക്ഷപ്പെടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളുടെ പര്യവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് ഒരു വാക്ക് ഈ ദേശത്തിന് വേണ്ടി ഈ ദേശത്ത് വസിക്കുന്ന പ്രിയപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കട്ടെ. Praise the Lord.